ഹായ് ഫ്രണ്ട്സ്, കേരള PSC 2020 മുതൽ 25 വരെ ചോദിച്ച 500-ലധികം ഭരണഘടനാ ചോദ്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഭരണഘടന മുഴുവൻ പഠിച്ചെടുക്കുക. ഇതിനു മുൻപേ 5 ക്ലാസ് കഴിഞ്ഞു, ഇത് 6ാമത്തെ ക്ലാസ്സാണ്. മുഴുവൻ ചോദ്യങ്ങളിലൂടെയും കടന്നു. അപ്പം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് കിട്ടും, ഇതിൽ നിന്നുള്ള എക്സാം കിട്ടും. അങ്ങനെ ഭരണഘടനയിലെ മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഡീറ്റെയിൽഡ് നോട്ടും എക്സാമും ഒക്കെ ലഭിക്കാൻ ഇത് മാത്രമല്ല, ബാക്കി ദിവസങ്ങളിലും നമ്മൾ എടുക്കുന്ന വീഡിയോ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽഡ് നോട്ട്, എക്സാം, ഒരു ഡെയിലി ലേണിംഗ് പ്ലാൻ, ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ റിസോഴ്സുകൾ ലഭിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മളിനി ഭരണഘടനയുടെ ചില പ്രത്യേകതകൾ, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഭരണഘടനയുടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ, എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്, ഇത് രണ്ടും PSC പരീക്ഷയിൽ ഈ അടുത്ത കാലത്ത് ആവർത്തിച്ചു വന്ന ചില ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. ഭരണഘടന, ആ ഭരണഘടനയുടെ എന്താണ് അടിസ്ഥാന സ്വഭാവം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം എന്താണ്, നമ്മുടെ ഭരണഘടന എന്താണ് ഭരണഘടന, അതിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ആ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? അതൊരു മതേതര രാഷ്ട്രമാണോ, ജനാധിപത്യ രാഷ്ട്രമാണോ, അതൊരു റിപ്പബ്ലിക് ആണോ, അതൊരു ഫെഡറൽ രാഷ്ട്രമാണോ, ഇങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും പറയുന്ന അതിൻ്റെ ആധികാരികമായ അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയതാണ്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമാണ്, അത് ഭരണഘടനയിലൂടെയാണ് അത് വരുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രത്തലവനുള്ളപ്പോഴാണ് അതിനെ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇങ്ങനെ ആ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ തന്നെ അടിസ്ഥാന തത്വം ഓർക്കണം. അടിസ്ഥാന തത്വങ്ങൾ, അതുപോലെ തന്നെ നിയമങ്ങൾ. നമ്മുടെ രാജ്യത്തെ പരമമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഭരണഘടനയാണ്. PSC ചോദിച്ചതാണ് രാജ്യത്തെ പരമമായ നിയമം. അപ്പോൾ എന്താണ് ഭരണഘടന? ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, നിയമങ്ങൾ അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ്. ഈ വാക്കുകൾ ഓർക്കുക. ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം വരുമ്പോഴാണ് നമ്മൾ കുഴങ്ങുക, അത് ഓർത്തിരിക്കണം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എന്തെല്ലാം ഉണ്ട്, അതിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുണ്ട്. അടിസ്ഥാന തത്വം, ആ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണോ, അതൊരു ഫെഡറൽ രാജ്യമാണോ, ആ രാജ്യത്തെ പരമമായ നിയമം അത് ഭരണഘടനയായിരിക്കും. ഇതെല്ലാം അടങ്ങുന്ന ഒരു ആധികാരിക പ്രമാണമാണ്, ഒരു ആധികാരിക പ്രമാണം. ഇങ്ങനെയുള്ള ചില വാക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. കാണാപ്പാടൊന്നും പഠിക്കേണ്ട, ഒന്ന് മനസ്സിലേക്ക് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പം ഭരണഘടന എന്താണെന്ന് പറഞ്ഞല്ലോ. ഭരണഘടന നമ്മുടെ പരമമായ നിയമമാണ്. നമ്മുടെ രാജ്യത്തെ പരമമായ നിയമം, ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ലോ ഏതാണെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, ഉത്തരം ഭരണഘടന എന്ന് എഴുതണം. ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എവിടെയുള്ളത്? ഭരണഘടനയിലാണ്. ആ രാജ്യത്തെ എന്താ പറയുക, ഒരു ആധികാരിക പ്രമാണമാണത്. ഓക്കെ, അപ്പോൾ അവിടെ ക്ലിയർ ആയല്ലോ. സിമ്പിളായൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് എക്സാം ഹാളിൽ ഒരു എന്തുപോലത്തെ ചോദ്യം വന്നാൽ, നമ്മൾ എക്സാം ഹാളിൽ അഥവാ എങ്ങനത്തെ ഒരു ചോദ്യം വന്നു, ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ അവിടുന്ന് തിരിയരുത്. ഇനി ഇതിൻ്റെ പദോൽപത്തി എങ്ങനെ വന്നു എന്ന് അറിഞ്ഞിരിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഏതാ പദം? ലാറ്റിൻ പദം. ഏതാണ്? കോൺസ്റ്റിറ്റ്യൂവർ. കോൺസ്റ്റിറ്റ്യൂവർ എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭരണഘടനാ പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ലാ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നത് ഭരണഘടനയാണ്. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങളുടെ ഉറവിടമാണ് ഭരണഘടന എന്ന് പറയുന്നത്. നിയമങ്ങളുടെ ഉറവിടമാണ് ലോ ഓഫ് ലാൻഡ്, നിയമങ്ങളുടെ ഉറവിടമാണ്. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടന എന്ന് പറയുന്നത് ഏത് വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ഭരണഘടന എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവർ എന്നുള്ള വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂവർ അത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്.
രാജ്യത്തെ നിയമങ്ങളുടെ ഉറവിടം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും ചിമ്പി ഇനി പറയാൻ സാധിക്കണം, രാജ്യത്തിൻ്റെ നിയമങ്ങളുടെ ഉറവിടം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. രാജ്യത്തിൻ്റെ പരമമായ നിയമവും ഭരണഘടനയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങളുടെ ഉറവിടമാണത്. നിയമങ്ങളുടെ ഉറവിടമാണത്. രാജ്യത്തെ നിയമങ്ങളുടെ ഉറവിടം ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? അത് ഭരണഘടനയാണ്. ലോ ഓഫ് ലാൻഡ് ആണത്. ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്നു. ഓർത്തല്ലോ, ഇതൊക്കെ ചോദ്യം വന്നാൽ ഈസി ആയിട്ട് ലോ ഓഫ് ലാൻഡ് സുപ്രീം കോടതിയിൽ നിന്ന് വരും ചിലപ്പോൾ, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ എന്ന് വരും, ഭരണഘടന എന്ന് വരും. നിങ്ങൾ ഉടൻ ഭരണഘടന എന്ന് എഴുതണം. പരമമായ നിയമം ചിലപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന് വരും, കൺഫ്യൂഷൻ വരും. പരമമായ നിയമം ഭരണഘടനയാണ്. രാജ്യത്തെ നിയമങ്ങളുടെ ഉറവിടം ഏതാണ്? ഭരണഘടനയാണ്. ചെറിയ ചോദ്യങ്ങളാണ് എക്സാം ഹാളിൽ നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചെറിയ ചോദ്യങ്ങളാണ്. ഇനി നിങ്ങൾ അതിൽ കൺഫ്യൂസ്ഡ് ആവരുത്. അത്തരമൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഉത്തരം എഴുതിയിരിക്കണം. ഓക്കെ. ഇപ്പം ഭരണഘടനയുടെ തരങ്ങൾ, പലതരത്തിലുള്ള ഭരണഘടനയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ലിഖിത ഭരണഘടനയുണ്ട്, അലിഖിത ഭരണഘടനയുണ്ട്. ഇന്ന് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ദൃഢഭരണഘടനയുണ്ട്. ദൃഢഭരണഘടന എന്താ? ദൃഢഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റി വേണം. കേവല ഭൂരിപക്ഷം ഉണ്ടായാൽ പോരാ. ഭരണഘടനയിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ കൃത്യമായ സ്പെഷ്യൽ മെജോറിറ്റി വേണം എന്ന് പറയുന്നതാണ് അമേരിക്കൻ ഭരണഘടന. എന്തിനുദാഹരണമാണ്? ഒരു ദൃഢഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. അമേരിക്കൻ ഭരണഘടന ലോകത്തെ ഏറ്റവും ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ്. ബ്രിട്ടനിൽ ലിഖിത ഭരണഘടനയല്ല ഉള്ളത്. ഇനി അതാ അമേരിക്കൻ ഭരണഘടന ലിഖിത ഭരണഘടന എന്നുള്ളത് മാത്രമല്ല, അത് ദൃഢഭരണഘടന കൂടിയാണ്. അവിടെ ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റി വേണം. സോ അതാണ്. ഇനി ഫ്ലെക്സിബിൾ അഥവാ അയവുള്ള ഭരണഘടനയുണ്ട്. അവിടെ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ കേവല ഭൂരിപക്ഷം മതി. അതിന് ഒരു ഉദാഹരണമാണ് ബ്രിട്ടീഷ് ഭരണഘടന. ബ്രിട്ടീഷ് ഭരണഘടന എന്ന് പറയുന്നത് അലിഖിത ഭരണഘടന കൂടിയാണ്. അമേരിക്കൻ ഭരണഘടന ലിഖിത ഭരണഘടനയാണ്, അത് ദൃഢ ഭരണഘടനയാണ്. അതിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്നാൽ ബ്രിട്ടനിലെ ഭരണഘടന അത് അയവുള്ള ഭരണഘടനയാണ്. കേവല ഭൂരിപക്ഷം മതി വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ. മാത്രമല്ല ബ്രിട്ടനിലെ ഭരണഘടന എന്ത് ഭരണഘടനയുമാണ്? ബ്രിട്ടനിലെ ഭരണഘടന എന്ന് പറയുന്നത് അലിഖിത ഭരണഘടന കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടനയോ? ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ എന്താണ്? ഇന്ത്യയുടെ സാമ്പത്തിക സ്വഭാവം പോലെയാണ്. നമുക്കറിയാം, ഉൽപാദനോപാധികളുടെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ നമുക്ക് മുതലാളിത്ത രാജ്യങ്ങളെന്നും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ എന്നും സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥ എന്നും വേർതിരിക്കാം. ഉൽപാദനോപാധികൾ അത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിൽ അല്ലെങ്കിൽ പൊതു മേഖലയിലാണെങ്കിൽ അത് സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയാണ്. എന്നാൽ ഉൽപാദനോപാധികൾ സ്വകാര്യ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ കയ്യിലാണെങ്കിൽ അത് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥ. ഈ രണ്ട് സമ്പൽ വ്യവസ്ഥയുമല്ല ഇന്ത്യയുടേത്. ഇന്ത്യയിൽ ചില സ്ഥാപനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലും ചില സ്ഥാപനങ്ങൾ എവിടെയും കാണാം, സ്വകാര്യ വ്യക്തികളുടെയും കയ്യിലും കാണാം. ടാറ്റയും അംബാനിയും ആദാനിയും നമ്മുടെ നാട്ടിലെ ലുലു ഗ്രൂപ്പും അടക്കം അത് സ്വകാര്യ ഉടമസ്ഥതയിലാണ്. എന്നാൽ ഇന്ത്യൻ റെയിൽവേ പോലെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ പൊതു മേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലോ സ്വാധീനതയിലോ ഉള്ള സ്ഥാപനങ്ങളുമുണ്ട്. രണ്ടും ചേർന്ന മിശ്ര സമ്പൽ വ്യവസ്ഥ എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥ അമേരിക്കയുടേതുപോലെ ദൃഢഭരണഘടനയോ ബ്രിട്ടനിലേതുപോലെ അയവുള്ള ഭരണഘടനയോ അല്ല. രണ്ടും ചേർന്നതാണ്. ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന അയവുള്ളതല്ല, ദൃഢമല്ല, രണ്ടിൻ്റെയും സമ്മിശ്ര രൂപമാണ്. ഓർത്തു വയ്ക്കുക. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ക്ലീനായിട്ട് പറയേണ്ട കാര്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടന ഒരു മിശ്ര സമ്പൽ വ്യവസ്ഥ എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യ രണ്ടിടത്തുമല്ല, അതിൻ്റെ രണ്ടിൻ്റെയും നല്ല ഗുണങ്ങളെ ചേർന്നുകൊണ്ടാണ്. അതായത് നമുക്കറിയാം ദൃഢഭരണഘടനയുണ്ട്. ദൃഢഭരണഘടന
എന്താ ദൃഢഭരണഘടനയുടെ പ്രത്യേകത? ദൃഢഭരണഘടനയിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം ഭേദഗതിക്ക്. ഭേദഗതി ചെയ്യാൻ എന്ത് ആവശ്യമാണ്? സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. എന്തിന്? ഭേദഗതി ചെയ്യാൻ. ഭേദഗതി ചെയ്യാൻ. ഉദാഹരണത്തിന് അമേരിക്കയുടെ ഭരണഘടന ഒരു ദൃഢഭരണഘടനയാണ്. അമേരിക്ക. എന്നാൽ അയവുള്ള ഭരണഘടനയുണ്ട്. അവിടെ ഭരണഘടനയുടെ വകുപ്പുകൾ, അയവുള്ള ഭരണഘടനയിൽ ഭരണഘടനയുടെ വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? കേവല ഭൂരിപക്ഷം മതി. കേവല ഭൂരിപക്ഷം. അതിന് ഉദാഹരണമാണ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ ഭരണഘടന എന്തിൻ്റെ ഉദാഹരണമാണ്? അയവുള്ള ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഭേദഗതി ചെയ്യുന്നതിന് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണെങ്കിൽ അത് ദൃഢഭരണഘടനയാണ്. എന്നാൽ ഭേദഗതി ചെയ്യുന്നതിന് കേവല ഭൂരിപക്ഷം മതി എന്നുണ്ടെങ്കിൽ അയവുള്ള ഭരണഘടനയാണ്. ദൃഢഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് അമേരിക്ക. അയവുള്ള ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ഏത്? ബ്രിട്ടൻ. ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയാണ്? ഇന്ത്യയുടെ ഭരണഘടന ഭാഗികമായി, ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് അത് ഭാഗികമായി എന്താണ്? ഭാഗികമായി അയവുള്ളതാണ്. അതോർക്കുക, അയവുള്ളതാണ്, ഭാഗികമായി ദൃഢവുമാണ്. ഇങ്ങനത്തെ ഒരു സമ്മിശ്ര ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഏകദേശ സ്വഭാവം ലിഖിതമാണോ അലിഖിതമാണോ ദൃഢമാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വന്നു. എന്നാൽ ഈ ഭേദഗതിക്കുള്ള പ്രൊസീജിയർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഭരണഘടന ഭേദഗതികൾക്കുള്ള പ്രൊസീജിയർ എന്താണ്? ഭരണഘടന അതുകൊണ്ടാണല്ലോ ദൃഢം അതുപോലെ തന്നെ അയവുള്ളത് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പ്രൊസീജിയർ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്ന് കടന്നുപോയേ പറ്റൂ. ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അതൊരു പ്രത്യേക സെഷനായിട്ട് തന്നെ പറയാം. ഭരണഘടനാ ഭേദഗതിയുടെ നടപടിക്രമം അഥവാ പ്രൊസീജിയർ, അതാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഏതാണ് അതിനുള്ള ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 368. ഭരണഘടനാ ഭേദഗതി നോക്കൂ. അവിടെ 368 ഓർക്കാൻ എളുപ്പമാണ്. 368 3 പകുതിയാണ്. ആരുടെ പകുതിയാണ്? 6ന്റെ പകുതിയാണ്. ഭേദിക്കുകയാണല്ലോ, തുല്യമായിട്ട് ഭേദിക്കുകയെന്ന് വിചാരിച്ചാൽ മതി. ഇനി 8 ആണെങ്കിലോ 2 പൂജ്യം ചേർന്നതാ, 2 പൂജ്യങ്ങൾ ചേർന്നതാണ് 368. അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി അതിന്റെ വകുപ്പ്, അത് പറയുന്ന വകുപ്പ് 368. അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാ? ഭരണഘടനാ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതിയുടെ ആർട്ടിക്കിൾ 368 ഭാഗം 20 അത് പ്രതിപാദിച്ചിട്ടുള്ളത്. ഭാഗം 20 മറക്കരുത്. ഭരണഘടനാ ഭേദഗതി 368 മറക്കരുത്. ഭേദഗതിയുടെ പ്രാധാന്യം എന്താണ്? ഭരണഘടന കാലാനുസൃതമായി പരിഷ്കരിക്കുക, സമൂഹത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുസൃതമാക്കുന്നതിനുള്ളൊരു സംവിധാനമാണ് ഭേദഗതി പ്രക്രിയ. അതായത് ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു തിരുത്തും വരാൻ പാടില്ലാത്ത പുസ്തകമല്ല, മറിച്ച് കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ ഭരണഘടന മാറിക്കൊണ്ടിരിക്കണം, കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം. അതിനാദ്യത്തെ ഘട്ടമാണ് ഘട്ടം 1 ബിൽ അവതരിപ്പിക്കൽ. ഒരു ഭരണഘടനയുടെ ഒരു വകുപ്പ് ഭേദഗതി ചെയ്യുന്നതിന്, അതല്ലെങ്കിൽ അതിലേക്കൊരു വകുപ്പ് കൂട്ടിച്ചേർക്കുന്നതിന്, അതല്ലെങ്കിൽ ഭരണഘടനയുടെ നിലവിലെ ഒരു വകുപ്പ് എടുത്തു കളയുന്നതിന് ഭരണഘടനാ ഭേദഗതിയുടെ പ്രോസസ്സിലൂടെ പോയേ പറ്റൂ. അതിൽ ഒന്നാമത്തേതാണ് ബില്ല് അവതരിപ്പിക്കൽ. ബില്ല് അവതരിപ്പിക്കൽ. ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു നിയമം പാസ്സാകുന്നതിന് മുമ്പ് ആ നിയമത്തിന്റെ ഒരു കരട് രൂപത്തെയാണ് ബില്ല് എന്ന് പറയുന്നത്. ഈ നിയമമാണ്. ആ നിയമം പാർലമെന്റ്, നമ്മുടെ നിയമനിർമ്മാണ സഭകൾ അംഗീകരിച്ചാലാണ് അത് നിയമമായിട്ട് മാറുക. കാരണം പാർലമെന്റിന്റെ പ്രധാന കർത്തവ്യം നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നിയമമായിട്ടില്ല, അതുകൊണ്ട് അതിനെ നിയമം എന്ന് വിളിക്കില്ല. അത് അവതരിപ്പിക്കപ്പെടുന്നേ ഉള്ളൂ. തള്ളുവോ കൊള്ളുവോ അതോ ഭേദഗതികളോട് അംഗീകരിക്കുവോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ബില്ല് എന്ന് പറയും. ആ ബില്ല് പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ അത് നിയമമായിട്ട് മാറി.
ഇപ്പം ബില്ല് തന്നെയാണ് നിയമമായിട്ട് മാറുന്നത്. മറ്റത് കല്യാണ ദിവസത്തെ തലേ ദിവസത്തെ പെണ്ണ, അതിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രതിശ്രുത വധു എന്നൊക്കെ പറയാം. നമുക്ക് വധു ആയിട്ടില്ല, കല്യാണം കഴിഞ്ഞ് കല്യാണ മണ്ഡപത്തിൽ ആ പ്രൊസീജിയർ കഴിഞ്ഞ താലി ചാർത്തുകയോ, അല്ലെങ്കിൽ ഇസ്ലാം മതപ്രകാരമാണെങ്കിൽ ആ ആചാരം കഴിഞ്ഞോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതപ്രകാരമാണെങ്കിൽ ആ ആചാരം കഴിഞ്ഞോ, ഒരു വധുവായി അല്ലെങ്കിൽ വരനായി. അതിനു മുമ്പ് പ്രതിശ്രുത വധുവും പ്രതിശ്രുത വരനുമാണ്. അപ്പൊ നിയമമാകാൻ പോകുന്നതിന് മുമ്പേയുള്ള പ്രതിശ്രുത വധുവാണ് അല്ലെങ്കിൽ വരനാണ് ആ ബില്ല് എന്ന് പറയുന്നത്. ആ ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നതോടുകൂടി അത് നിയമം അഥവാ ആക്ട് ആയിട്ട് മാറി. അപ്പൊ ആദ്യം ബില്ല് അവതരിപ്പിക്കണം. ബില്ല് എവിടെയാണ് അവതരിപ്പിക്കുക? സംശയം വേണ്ടല്ലോ. ആധുനിക ജനാധിപത്യ സംവിധാനങ്ങളിൽ 3 തൂണുകൾ പ്രധാനമായും. ഒന്ന്, നിയമം നിർമ്മിക്കുന്ന ലെജിസ്ലേച്ചർ, നമ്മുടെ പാർലമെന്റും സംസ്ഥാന നിയമസഭകളും. പാർലമെന്റിന് 2 സഭകൾ, ഒന്നേതാണ്? ലോകസഭ, രാജ്യസഭ. സംസ്ഥാന നിയമസഭയിലും ഉണ്ട്, കേരളത്തിലൊന്നുമില്ല. ചില സംസ്ഥാനങ്ങളിൽ അധോസഭയും അതുപോലെ തന്നെ എന്തുണ്ട്, ഉപരിസഭയുമുണ്ട്. ഇതുപോലെ 2 സഭകളുണ്ട്. അതൊക്കെ നിയമനിർമ്മാണ സഭകളാണ്. ആ നിയമനിർമ്മാണ സഭകളിൽ ഈ ബില്ല് അവതരിപ്പിക്കണം. അപ്പൊ ബില്ല് അവതരിപ്പിക്കണം. എവിടെ ബില്ല് അവതരിപ്പിക്കാം? നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ പറ്റില്ല. പാർലമെന്റിലെ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയുള്ള ബില്ല് അവതരിപ്പിക്കാൻ പറ്റൂ. പാർലമെന്റിലെ ബില്ല് അവതരിപ്പിക്കാൻ പറ്റൂ. പാർലമെന്റിന്റെ 2 സഭകളിലും അവതരിപ്പിക്കാം. അത് രാജ്യസഭയിലാവാം, ലോക്സഭയിലാവാം. ക്ലാരിറ്റി വന്നല്ലോ. ആദ്യം ബില്ല് അവതരണം. സംസ്ഥാന നിയമസഭകളിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞാലോ ആർക്ക് അവതരിപ്പിക്കാം? മന്ത്രിക്ക് അവതരിപ്പിക്കാം. ഏതെങ്കിലും പാർലമെന്റ് അംഗത്തിന്, സ്വകാര്യ അംഗത്തിന് അവതരിപ്പിക്കാം. അതിനെ പ്രൈവറ്റ് മെമ്പർ എന്ന് പറയും. പ്രത്യേക വ്യവസ്ഥ, രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. സാധാരണ ബില്ല് അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. പക്ഷെ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ ഒരു ബില്ല് അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ബില്ല് കൊണ്ടുവരുന്നു. അത് മന്ത്രിക്ക് കൊണ്ടുവരാം, ഒരു പ്രൈവറ്റ് സ്വകാര്യ അംഗത്തിന് കൊണ്ടുവരാം പാർലമെന്റിലെ. അങ്ങനെ കൊണ്ടുവന്നാൽ ആ ബില്ല് രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിക്കണം. ഒരിക്കലും അത് സംസ്ഥാന നിയമസഭകളിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അത് മന്ത്രിക്കോ ഒരു സ്വകാര്യ അംഗത്തിനോ അവതരിപ്പിക്കാം. പക്ഷെ അതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഇതാണ് ഘട്ടം 1. സോ ഭരണഘടന എന്ന് പറയുന്ന സംവിധാനത്തിൽ ആ ഭരണഘടനയിൽ ഒരു ഭേദഗതി കൊണ്ടുവരാനുള്ള പ്രൊസീജിയർ 1, ഘട്ടം 1. എന്താണ് ഘട്ടം 1? ഘട്ടം 1 എന്ന് പറയുന്നത്, ഘട്ടം 1 എന്ന് പറയുന്നത് ബിൽ അവതരണമാണ്. ബില്ലിന്റെ പ്രസന്റേഷൻ ആണ്. ബില്ല് എവിടെയാണ് അവതരിപ്പിക്കാൻ പറ്റുക? ബില്ല് നമുക്ക് 2 സ്ഥലത്ത് മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ രാജ്യസഭ, അല്ലെങ്കിൽ ലോക്സഭ. സംസ്ഥാന നിയമസഭയിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല. സംസ്ഥാന നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ പറ്റില്ല. ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ആ ബില്ല് അവതരണത്തിന് രാഷ്ട്രപതിയുടെ എന്താവശ്യമില്ല? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. മുൻകൂർ അനുമതി വേണ്ട. ഓക്കെ. ഇപ്പൊ ഘട്ടം 1 കഴിഞ്ഞു. രാജ്യസഭയിലോ ലോക്സഭയിലോ ബില്ല് അവതരിപ്പിച്ചു. രാജ്യസഭയിലോ ലോക്സഭയിലോ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഏതാ? അവിടുന്ന് അംഗീകാരം കിട്ടണം, അല്ലേ? ഘട്ടം 2. ആ ഘട്ടം 2 എന്താണ്? പ്രത്യേക ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട് ഓരോ ഭാഗത്തിനും പ്രത്യേക ഭൂരിപക്ഷം വേണം. ഓരോ സഭയിലും ബില്ല് പാസ്സാക്കാൻ ആവശ്യമായ വോട്ടുകൾ വേണം. അതെങ്ങനെയാ? മൊത്തം അംഗസംഖ്യ എത്രയാണോ ആ പാർലമെന്റിന്റെ, ആ സഭയുടെ, ലോക്സഭയുടേതാണെങ്കിൽ ലോക്സഭയുടെ മൊത്തം അംഗസംഖ്യ എത്രയാണോ അതിന്റെ പകുതി +1. 100 ആളാണെങ്കിൽ 50 + 1 ഭൂരിപക്ഷം വേണം മൊത്തം അംഗസംഖ്യയുടെ. ഹാജരായി വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ 3ൽ 2 വോട്ട് വേണം. അതായത് മുഴുവൻ ആളുകളും വോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താ? മുഴുവൻ ആളുകളും വന്ന് അവിടെ ഹാജരായിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ ചില കണ്ടീഷനിൽ ഹാജരായവരിൽ 2/3 മതി. 2/3 അഥവാ 50% പ്ലസ് 1. ഈ പ്രത്യേക ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ബിൽ പാസ്സാകില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓരോ സഭയിലും ബിൽ പാസ്സാക്കണം. ലോക്സഭയിൽ അവതരിപ്പിച്ച ലോക്സഭ പാസ്സാക്കി രാജ്യസഭയ്ക്ക് കൊടുക്കും, രാജ്യസഭ അത് പാസ്സാക്കണം. രാജ്യസഭയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ രാജ്യസഭ പാസ്സാക്കി ലോകസഭയ്ക്ക് കൊടുക്കണം, ലോകസഭയും പാസ്സാക്കണം. രണ്ടും കൂടി ഒന്നിച്ചു ചേർന്ന് പാസ്സാക്കുന്ന സംയുക്ത പാർലമെന്ററി മീറ്റിംഗ് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി വിളിക്കാൻ സാധിക്കില്ല. അപ്പൊ ഭരണഘടനാ ഭേദഗതി പ്രത്യേക മെജോറിറ്റിയാണ്. ഓരോ സഭയിലും ബില്ല് പാസ്സായിരിക്കണം. അത് മൊത്തം അംഗസംഖ്യയുടെ 50% പ്ലസ് 1, അതല്ലെങ്കിൽ ഹാജരായി വോട്ട് ചെയ്തവരിൽ 2/3 ഭൂരിപക്ഷം. ഈ പ്രത്യേക ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ബിൽ പാസ്സാകില്ല. ഈ പ്രത്യേക ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല വെച്ചാൽ ആ ബില്ല് പാസ്സാകില്ല. അപ്പോ ബില്ല് പാസ്സാക്കുന്നതിന് നമുക്കറിയാം രണ്ടാം ഘട്ടം, ഘട്ടം 2 എന്ന് പറഞ്ഞാൽ ബില്ല് പാസ്സാക്കലാണ്. ഘട്ടം 2 അതെവിടെയാ? ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയിരിക്കണം. ലോക്സഭയിലാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ലോകസഭയിൽ അവതരിപ്പിച്ച ബില്ല് ലോകസഭ അംഗീകരിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയിൽ അവതരിപ്പിച്ച ബില്ല് രാജ്യസഭ പാസ്സാക്കിയതിനു ശേഷം ലോക്സഭയിലേക്ക് പോകും. അതായത് ഇവിടെ അവതരിപ്പിക്കുന്നത് വെച്ചാൽ രാജ്യസഭയിൽ പോകണം, ഇവിടെ അവതരിപ്പിക്കുന്നത് വെച്ചാൽ ലോക്സഭയിൽ പോകണം. രണ്ടു കൂട്ടരും അംഗീകാരം വേണം. അവിടുത്തെ സ്പെഷ്യൽ മെജോറിറ്റി എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് 50% പ്ലസ് 1, അതിലെ അംഗങ്ങളുടെ മൊത്തം അംഗങ്ങളുടെ 50% പ്ലസ് 1 അഥവാ ഹാജരായ അംഗങ്ങളുടെ 2/3. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബില്ല് പാസ്സാവില്ല. അങ്ങനെ ബില്ല് പാസ്സായ ഘട്ടം 2 കഴിഞ്ഞു, ബില്ല് പാസ്സായി, ലോക്സഭയിലോ രാജ്യസഭയിലോ ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ലുകൾ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി എന്ന് വിചാരിക്കുക. അങ്ങനെ പാസ്സായാൽ ഘട്ടം 3ലേക്ക് കടന്നു. എന്താ ഘട്ടം 3? അപ്പോഴും അത് നിയമമായിട്ടില്ല, അപ്പോഴും അത് നിയമമായിട്ടില്ല. ഇനി അത് ഘട്ടം 3ൽ കടന്നിട്ടാണ് നിയമമാകാൻ പോകുന്നത്. ഘട്ടം 3ൽ ആർക്കാണ് റോള്? ഘട്ടം 3 എന്ന് പറയുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടത്, കൂട്ടിച്ചേർക്കൽ വ്യവസ്ഥയില്ല. അതായത് രണ്ട് സഭകളും തമ്മിൽ വിയോജിപ്പുണ്ടാവുകയാണെങ്കിൽ സംയുക്ത സമ്മേളനമില്ല. ശ്രദ്ധിക്കുക, ബിൽ ഓരോ സഭയിലും പ്രത്യേകം പാസ്സായിരിക്കണം. സാധാരണ നിയമനിർമ്മാണത്തിൽ സംയുക്ത സമ്മേളനം സാധ്യമാണെങ്കിലും ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ ഇത് സാധ്യമല്ല. ഇപ്പോൾ ഒരു നിയമത്തിന്റെ കാര്യത്തിൽ നിയമവും ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയിരിക്കണം. ഓക്കെ, സംസ്ഥാന നിയമസഭകളിലും നിയമം കൊണ്ടുവരാം. ഭരണഘടനാ ഭേദഗതി മാത്രമാണ് ലോക്സഭയിലോ രാജ്യസഭയിലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ അത് രണ്ടു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടെങ്കിൽ സംയുക്ത സമ്മേളനം വിളിച്ചിട്ട് ആ നിയമം പാസ്സാക്കാം. പക്ഷെ ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ ഓരോ സഭയും പ്രത്യേകം പാസ്സാക്കിയിരിക്കണം. സംയുക്ത സമ്മേളനത്തിന് നോ സ്കോപ്പ്, അവിടെ സംയുക്ത സമ്മേളനമില്ല. ഇനി ഘട്ടം 4 എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരമാണ്. അതായത് ചില ഭരണഘടനാ ഭേദഗതികൾ സംസ്ഥാനങ്ങൾ കൂടി അംഗീകരിച്ചിരിക്കണം. ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ചില ഭരണഘടനാ ഭേദഗതികൾക്കാണ്. ഏത് തരത്തിലുള്ള ഭരണഘടനാ വകുപ്പുകളിലാണ്? ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ അതിന് സംസ്ഥാനങ്ങളുടെ അനുവാദം വേണം. ചുരുങ്ങിയത് പകുതിയോളം സംസ്ഥാന നിയമസഭകളുടെയും സാധാരണ ഭൂരിപക്ഷത്തോടെയുള്ള അംഗീകാരം. സംസ്ഥാന അംഗീകാരം ആവശ്യമുള്ള വിഷയങ്ങൾ ഏതെല്ലാമാണ്? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുണ്ട്, സുപ്രീം കോടതിയും ഹൈക്കോടതിയുമുണ്ട്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അപ്പോ നമ്മളൊന്ന് ഓർത്തു നോക്കണം, എന്തെല്ലാമാണ് ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സഭയും പ്രത്യേകം പാസാക്കിയിരിക്കണം, അംഗീകരിക്കണം. ഇനി അത് മാത്രം മതിയോ? സംയുക്ത പാർലമെന്റ് പറ്റില്ല. ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാൻ പറ്റില്ല. അത് നിയമനിർമ്മാണത്തിനാകാം,
പക്ഷേ എന്തിനാവാൻ പറ്റില്ല? കൂട്ടിച്ചേർക്കൽ പറ്റുമോ? പറ്റില്ല. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്, അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇത് ഫെഡറൽ തത്വങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ, ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണെങ്കിൽ പകുതി സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം വേണം. പകുതി സംസ്ഥാന നിയമസഭയുടെ അംഗീകാരം വേണം. പകുതി സംസ്ഥാന നിയമസഭയുടെ കേവല ഭൂരിപക്ഷം വേണം. കേവല ഭൂരിപക്ഷമില്ലാതെ ഫെഡറൽ കാര്യങ്ങളെ ബാധിക്കുന്ന എന്ത് നടത്താൻ പറ്റില്ല? നിയമനിർമ്മാണം ഭരണഘടനാ ഭേദഗതി നടത്താൻ പറ്റില്ല. ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുമെങ്കിൽ ഏതെല്ലാമാണ് ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്നത്? രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, അത് പറ്റില്ല. അതിന് സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ആവശ്യമാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു മാറ്റം വരണം എന്ന് വിചാരിച്ചാൽ, അതിനൊരു ഭരണഘടന ഭേദഗതി വരണമെങ്കിൽ അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിച്ചിരിക്കണം. ഒന്ന്. ഇത് മാത്രമാണോ? സുപ്രീം കോടതി, ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അവിടെയും എന്താവശ്യമാണ്? അവിടെയും നിങ്ങൾ ഓർക്കുക, അവിടെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ പകുതിയിലധികം സംസ്ഥാനങ്ങൾ അതിനനുകൂലമായി പറഞ്ഞിരിക്കണം. കേന്ദ്ര സംസ്ഥാന എക്സിക്യൂട്ടീവ് അധികാരം. മറ്റൊന്നാണ് സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും എക്സിക്യൂട്ടീവ് അധികാരം. സെൻട്രൽ ബാർ സ്റ്റേറ്റ്, അതിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം. അതിന് എന്താവശ്യമാണ്? എക്സിക്യൂട്ടീവ് അധികാരം. അത് ചെയ്യുന്നതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. നിയമനിർമ്മാണ അധികാരങ്ങളുടെ വിതരണം. നിയമനിർമ്മാണത്തിന് നമുക്കറിയാം, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ലിസ്റ്റാണ്. ആ നിയമനിർമ്മാണങ്ങളുടെ അധികാര വിതരണം, പാർലമെന്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, നിയമനിർമ്മാണ അധികാര വിതരണം. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാർലമെന്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. പാർലമെന്റിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. ഓരോ പാർലമെന്റിലും സംസ്ഥാനങ്ങൾക്ക് ഇത്ര പ്രാതിനിധ്യം എന്നുണ്ട്, സംസ്ഥാന പ്രാതിനിധ്യം. അത് മാത്രമാണോ? പാർലമെന്റിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം മാത്രമാണോ? ആർട്ടിക്കിൾ 368 ഭേദഗതി, ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആർട്ടിക്കിൾ 368 ഭേദഗതി, അവിടെയും എന്ത് ആവശ്യമാണ്? അവിടെയും ഇത് ആവശ്യമാണ്. ആർട്ടിക്കിൾ 368 ഭേദഗതി. സോ ഫെഡറൽ തത്വങ്ങളെ ബാധിക്കുന്ന എല്ലാ വകുപ്പുകളിലും ഭരണഘടനാ ഭേദഗതി നടക്കുമ്പോൾ പകുതിയിലധികം സംസ്ഥാനങ്ങളിലെ കേവല ഭൂരിപക്ഷം വേണം. അതായത് അവിടെ എന്താണ്? രാഷ്ട്രപതിയുടെ ഇലക്ഷൻ, സുപ്രീം കോടതി, ഹൈക്കോടതി, സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും നിയമനിർമ്മാണ അധികാര ചുമതലകൾ, അതുപോലെ തന്നെ പാർലമെന്റിൽ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിക്കുള്ളതാണ്. അതിൻ്റെ തന്നെ ഭേദഗതി. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഭരണഘടനാ ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ എന്തു വേണം? പകുതിയിലധികം സംസ്ഥാനങ്ങളിൽ നിയമസഭകളിൽ കേവല ഭൂരിപക്ഷം വേണം. അങ്ങനെ വേണമെങ്കിൽ അതും കൂടി പാസ്സായതിനു ശേഷം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമോ? നിലവിൽ വരില്ല. എല്ലാറ്റിനും വേണ്ടട്ടാ. ഇത് ഫെഡറൽ തത്വങ്ങളെ മാത്രമുള്ളവർക്ക് മതി സംസ്ഥാനങ്ങൾ. ഇനി ഘട്ടം 5, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ അനുമതിയാണ്. രാഷ്ട്രപതി അതിൽ ഒപ്പിട്ടാലാണ് അത് എന്തായിട്ട് മാറുള്ളൂ? ഭേദഗതിയായിട്ട് മാറുള്ളൂ. ആ രാഷ്ട്രപതിയുടെ അനുമതി എന്താ? പാർലമെന്റിന്റെ ഇരുസഭകളും, പ്രത്യേക പ്രൊവിഷനുകളിൽ സംസ്ഥാന നിയമസഭകളാണെങ്കിൽ അവരും പാസാക്കിയ ശേഷം ബിൽ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. ഒപ്പിടേ വേണ്ടു, തിരിച്ചയക്കാൻ പറ്റില്ല. ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ഒപ്പിടാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനാണ്. 1971 24-ാം ഭരണഘടനാ ഭേദഗതി. രാഷ്ട്രപതിയുടെ പരിമിതികൾ, ബില്ല് തടഞ്ഞു വെക്കാൻ രാഷ്ട്രപതിക്ക് പറ്റില്ല, പാർലമെന്റിലേക്ക് തിരിച്ചയക്കാൻ അധികാരമില്ല,
ഘട്ടം 6 രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കുന്നതോടുകൂടി ബിൽ നിയമമായിട്ട് മാറും, ഭരണഘടനയിൽ ഭേദികത വരുത്തുകയും ചെയ്യും. ഇതോടുകൂടി ഭരണഘടനാ ഭേദഗതി പ്രക്രിയ പൂർത്തിയായി, പുതിയ വ്യവസ്ഥ ഭരണഘടനയുടെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും. ഇതോടുകൂടി പുതിയ വ്യവസ്ഥ ഭരണഘടനയുടെ ഭാഗം മാറുന്നു. സോ ഭരണഘടനാ ഭേദഗതിയിലെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് അത് ഭരണഘടന നിലവിൽ വരുന്ന ഘട്ടമാണ്. ഭരണഘടന നിലവിൽ വരിക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൂർത്തിയായതിനു ശേഷം രാഷ്ട്രപതിക്ക് ഒപ്പിടുന്നതിന് വേണ്ടി അയക്കും. രാഷ്ട്രപതിയുടെ ഒപ്പ്, അംഗീകാരം. രാഷ്ട്രപതിക്ക് അംഗീകാരം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. രാഷ്ട്രപതിക്ക് അത് അംഗീകാരം കൊടുത്തേ പറ്റൂ. അത് പാർലമെന്റിലേക്ക് തിരിച്ചയക്കാൻ പറ്റുമോ? പറ്റില്ല. അത് റിജക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഒപ്പിട്ടേ പറ്റൂ. രാഷ്ട്രത്തലവനാണ്, ഒന്ന് ഒപ്പിടണം. പക്ഷെ അദ്ദേഹം ഒപ്പിട്ടാലാണ് അത് എന്തായിട്ട് മാറുക? നിയമമായിട്ട് മാറുക. ഇതോടുകൂടി ഈ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു, അത് ഭരണഘടനയുടെ ഭാഗമായി. ഇതാണ് ഭരണഘടനാ ഭേദഗതിയുടെ പ്രൊസീജിയർ. ഓർത്തല്ലോ, ഭരണഘടനാ ഭേദഗതിയുടെ പ്രൊസീജിയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അയവുള്ള ഭരണഘടനയുണ്ട്, അതുപോലെ തന്നെ ദൃഢഭരണഘടനയുണ്ട്. അയവുള്ള ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കി സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്, അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ചോദിക്കാറുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ പ്രധാനമാണ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ് 1973. കേശവാനന്ദ ഭാരതി കേസ് എന്താ? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല. ആർട്ടിക്കിൾ 368 പ്രകാരങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന ഒരു ഭേദഗതിയും ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല. ഇത് ഏതാണ്? ഇത് കേശവാനന്ദ ഭാരതി കേസിലെ പ്രധാന വിധിയാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം 368 ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താം. അപ്പൊ എന്താ ഈ അടിസ്ഥാന ഘടനാ സിദ്ധാന്തം? ഭരണഘടനയുടെ ചില അടിസ്ഥാന സവിശേഷതകൾ പാർലമെന്റിന് പോലും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ കേശവാനന്ദ ഭാരതി കേസ് 1973 കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന പരാമർശിക്കപ്പെട്ടു. കേശവാനന്ദ ഭാരതി കേസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. കേശവാനന്ദ ഭാരതി കേസ്, കേശവാനന്ദ, ഒരു മിനിറ്റ് ഒന്ന് വായിക്കട്ടെ. കേശവാനന്ദ എന്ന് എഴുതുന്നത് തെറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് നിങ്ങൾക്ക് തരുന്ന ടെക്സ്റ്റിലൊക്കെ ചില തെറ്റ് കാണൂട്ടാ. പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് പോവുകയാണേ. കേശവാനന്ദ ഭാരതി കേസ്, കേശവാനന്ദ ഭാരതി കേസ്. ആ കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം, ആ അടിസ്ഥാന തത്വം ഭേദഗതി ചെയ്യാൻ പറ്റില്ല. പാർലമെന്റിന് പോലും ഭേദഗതി ചെയ്യാൻ പറ്റില്ല. പാർലമെന്റ് ആണ് ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടത്. പാർലമെന്റിന് പോലും അടിസ്ഥാന തത്വം, ഭരണഘടനയുടെ അടിസ്ഥാന തത്വം ഭേദഗതി ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. ആമുഖം കുറച്ച് സാഹിത്യം മാത്രമല്ല, ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്നുള്ള വിധിയും വന്ന കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. കൊല്ലം ഓർത്തിരിക്കണം, 1973. ഏത് കൊല്ലത്തിലാ? 1973. 1973 കേശവാനന്ദ ഭാരതി കേസ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഭേദഗതി ചെയ്യാൻ 368 പ്രകാരം പറ്റില്ല. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറാതെ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം. അങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ അതിന് 3 തരത്തിലുള്ള ഭേദഗതി പ്രക്രിയകളുണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടി പോകാം. അങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോൾ അതിന് 3 തരത്തിലുള്ള ഭേദഗതി പ്രക്രിയയുണ്ട്. ഒന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? അത് അവതരിപ്പിക്കണം, അല്ലേ? അവതരിപ്പിക്കുമ്പോൾ അതിന് ഭൂരിപക്ഷം കിട്ടണം. ചില വ്യവസ്ഥകൾക്ക് സാധാരണ നിയമം പോലെ ഭേദഗതി സാധ്യം, എന്നാൽ ചില വ്യവസ്ഥകൾക്ക് പ്രത്യേക ഭൂരിപക്ഷം വേണം. ചില വ്യവസ്ഥകൾ, ഫെഡറൽ ഘടനയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾക്ക് പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം.
ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ ഇതുവരെ എത്ര ഭേദഗതികൾ നടന്നിട്ടുണ്ട്? 2023 വരെ നടന്ന ഭേദഗതികൾ 105 എണ്ണമാണ്. അതിപ്പോൾ 106 എണ്ണമാണ്. ഇതുവരെ നടന്ന ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറഞ്ഞാൽ 106 എണ്ണമാണ്. സോ ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം ഏത് സഭയിലും ബിൽ അവതരിപ്പിക്കാം, പാർലമെന്റിൽ മാത്രം. നിയമസഭയിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പാർലമെന്റിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചാൽ ലോകസഭയിലേക്ക് പോകണം, ലോകസഭയിൽ അവതരിപ്പിച്ചാൽ രാജ്യസഭയിലേക്ക് പോകണം. അങ്ങനെ 2 സഭകളിലും പ്രത്യേകം ഭൂരിപക്ഷത്തോടുകൂടി അംഗീകരിക്കണം. അതായത് 50%+1, ആകെ അംഗങ്ങളുടെ 50%+1 അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷം. 2 സഭകളും തമ്മിൽ തർക്കമുണ്ട്. ഒരു സഭ പാസാക്കി മറ്റു സഭ പാസാക്കിയിട്ടില്ലെങ്കിൽ സംയുക്ത സമ്മേളനം വിളിക്കാൻ സാധിക്കില്ല. സാധാരണ നിയമനിർമ്മാണത്തിന് സംയുക്ത സമ്മേളനം വിളിക്കാം, പക്ഷേ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി സംയുക്ത സമ്മേളനം വിളിക്കാൻ സാധിക്കില്ല. ചില വിഷയങ്ങൾക്ക് ഫെഡറൽ ഘടനയുമായി ബന്ധപ്പെട്ട കോടതി, സുപ്രീം കോടതി, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, ആർട്ടിക്കിൾ 368 തന്നെ ഭേദഗതി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 368 അതിൻ്റെ തന്നെ ഭേദഗതി തുടങ്ങിയ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനുള്ള അധികാര വിഭജനം തുടങ്ങിയ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ടതിന് ഒരിക്കലും ഭരണഘടനയിൽ എന്തില്ല? ലോകസഭയും രാജ്യസഭയും മാത്രം പാസാക്കിയാൽ പോരാ. സംസ്ഥാന നിയമസഭകളിൽ പകുതിയിലധികം പേരുടെ കേവല ഭൂരിപക്ഷത്തോടു കൂടി പാസാക്കിയിരിക്കണം. അടിസ്ഥാന ഘടന പരിരക്ഷിക്കപ്പെടുന്നു. നമ്മുടെ മിശ്ര സ്വഭാവമാണ് ദൃഢവും അയവുള്ളതുമാണ്. ഇപ്പൊ ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്തായിരുന്നു? ഇതിലെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്ന് ഞാൻ വിട്ടുപോയി. ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ആദ്യമായി പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കും. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.